ഈ പരിപാടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ ശ്രീമാൻ എം വി ശ്രേയസ് കുമാർ MLA അവരുടെ സർവാദരണീയനായ ഡോക്ടർ MS സ്വാമിനാഥൻ, ഇവിടെ സ്വാഗതമാശംസ ഡോക്ടർ MK പ്രസാദ്, നമുക്കെല്ലാം തന്നെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ കാർഷിക വകുപ്പിൻ്റെ ചുമതലയുള്ള എൻ്റെ സ്നേഹിതൻ ശ്രീമാൻ KP മോഹനൻ, ഇന്നത്തെ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വന്നു ചേർന്നിട്ടുള്ള പ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമത്തിലെത്തിയിട്ടുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാം തന്നെ എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. അതിരറ്റ സന്തോഷത്തോടെയാണ് MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിൻ്റെ നമ്മുടെ ഈ സംസ്ഥാനത്തെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനവും അതുപോലെ തന്നെ കൽപ്പറ്റയിൽ സ്ഥാപിച്ച സാമൂഹിക കാർഷിക ജൈവ വൈവിധ്യ കേന്ദ്രത്തിൻ്റെ 15ാം വാർഷികവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ രജത ജൂബിലി ആഘോഷ പരിപാടികൾ അഭിനന്ദനായ നമ്മുടെ രാഷ്ട്രപതി ചെന്നൈയിൽ വെച്ച് ഈ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. കാരണം ഈ പരിപാടികൾ പങ്കെടുക്കാൻ ആദ്യവസാനം നമ്മോടൊപ്പം പങ്കുചേരാൻ സർവാദരണീയായ ഡോക്ടർ MS സ്വാമിനാഥൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിന്റെ ഗരിമയും അന്തസ്സും പ്രൗഢിയും ഒക്കെ തന്നെ വർദ്ധിച്ചിരിക്കുകയാണ്. ഡോക്ടർ സ്വാമിനാഥനെ കുറിച്ച് ഇവിടെ സന്നിഹിതരായിട്ടുള്ള കർഷകന്മാരോടോ കർഷക പ്രതിനിധികളോടോ ആമുഖമായിട്ട് എന്തെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയേറെ വിശ്വപ്രസിദ്ധനായ നമ്മുടെ നാട്ടിന്റെ അന്തസ് അന്താരാഷ്ട്ര തലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച കാർഷിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഈ രാജ്യം ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തമാകുന്നതിന് വേണ്ടി നമ്മെ എല്ലാം തന്നെ അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് കരഗതമാക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച മഹാനാണ് അദ്ദേഹം. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി എന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃഷിയെക്കുറിച്ചും കാർഷിക മേഖലയെക്കുറിച്ചുമൊക്കെ തന്നെ ഡോക്ടർ സ്വാമിനാഥൻ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, ലോകമാസകലമുള്ള ജനങ്ങൾ കൗതുകത്തോടുകൂടി ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കുന്നത്. ഞാൻ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടത് രാജ്യസഭയിൽ അദ്ദേഹം അംഗമായി ഇരുന്ന സന്ദർഭത്തിലാണ്. അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് നടത്തിയ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ രാജ്യസഭയിലെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം, ആ പ്രസംഗം അദ്ദേഹം നടത്തുമ്പോൾ, എപ്പോഴും അദ്ദേഹം പ്രസംഗം നടത്തുമ്പോൾ അങ്ങനെ തന്നെയാണ്, പാർലമെന്റിലെ എല്ലാ വിഭാഗത്തിലും പെട്ട അംഗങ്ങൾ, പ്രത്യേകിച്ച് രാജ്യസഭയിലെ ചർച്ചയ്ക്ക് ഒരു ഗരിമ അല്പം കൂടുതലാണ് എന്ന് ഞാൻ പറയട്ടെ. വളരെ ഗഹനമായി തന്നെ സംസാരിക്കാൻ സാധിക്കുന്ന ഒരുപാട് അംഗങ്ങളെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള
ഒരു സദസ്സാണ് രാജ്യസഭ എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാ അംഗങ്ങളും വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കും. ആ പ്രസംഗം കേട്ടുകൊണ്ട് അവരൊക്കെ തന്നെ സംതൃപ്തി അറിഞ്ഞുകൊണ്ട് പോകുന്നത് ഈ സമീപ മാസത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ലോകപ്രശസ്തനായ ജെനറ്റിസിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർ സ്വാമിനാഥൻ, ആ സ്വാമിനാഥൻ പട്ടിണിക്കും വിശപ്പിനുമെതിരായിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടം, ആ പോരാട്ടം സത്യത്തിൽ ഈ നാട്ടിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു പോരാട്ടമായിട്ട് അല്ലെങ്കിൽ ജീവിതമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. കേരള സർവകലാശാല അദ്ദേഹം വിദ്യാർത്ഥിയായ സമയത്ത് 943 കാലത്ത്, അന്നാണ് നമ്മളെല്ലാം തന്നെ കേട്ടിട്ടുള്ള, അന്ന് ജനിക്കാത്തതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ തന്നെ നേരിട്ടറിയില്ല, വായിക്കുകയും അതുപോലെ തന്നെ പറഞ്ഞറിയുകയും ചെയ്ത അറിവുകൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. 943 നമ്മുടെ ബംഗാൾ ക്ഷാമം, ആ ബംഗാൾ ക്ഷാമത്തിന്റെ ഫലമായി ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വിശന്നുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് ഏതാണ്ട് 3 ദശലക്ഷത്തിനും 4 ദശലക്ഷത്തിനും ഇടയിൽ ആളുകൾ മരിച്ചുപോയിട്ടുണ്ട് എന്നാണ് ഡോക്ടർ അമാർത്യ സെന്നിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. അത്രയേറെ ഭീകരമായിരുന്നു അന്നത്തെ അവസ്ഥ. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വിശന്നുകൊണ്ട് ആളുകൾ മരിച്ചുപോയ ആ കാലഘട്ടം. അന്ന് അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നു. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ വിശപ്പിനെതിരായിട്ടുള്ള പോരാട്ടം, ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ഈ രാജ്യത്തിലെ ആളുകൾക്ക് അന്നം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമൊരുക്കൽ, അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ഗാന്ധിജിയെ തന്റെ പിതാവിനെ പോലെ തന്നെ ഏറ്റവും അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഡോക്ടർ സ്വാമിനാഥന്റെ ശ്രദ്ധ അങ്ങോട്ടേക്കാണ് തിരികെയുണ്ടായത്. ആ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി. അദ്ദേഹം ഇന്ത്യൻ പോലീസ് സർവീസിലേക്ക് അദ്ദേഹത്തിന് നിയമനം കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ത്യൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാതിരുന്നത് ഈ നാട്ടിന്റെ മാത്രമല്ല ലോകത്തിന് തന്നെ ഒരു മഹാഭാഗ്യമായി എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. 1987 അദ്ദേഹത്തിന് ഫസ്റ്റ് വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടുകയുണ്ടായി. അതിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിന് പുരസ്കാരം, അതുപോലെ പണം, ആ സംഖ്യ അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഡോക്ടർ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ തുടങ്ങാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചത്. 1991 നമുക്കൊക്കെ തന്നെ അറിയാം, നമ്മുടെ ടൈം മാഗസിൻ, നമ്മളൊക്കെ തന്നെ കാണുകയും വായിക്കുകയും ഒക്കെ തന്നെ ടൈം മാഗസിൻ, അദ്ദേഹം ആ ടൈം മാഗസിൻ ആ വർഷം 20 ഏഷ്യയിൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകളെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒരാൾ ഈ ഇരിക്കുന്ന ഡോക്ടർ MS സ്വാമിനാഥനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തോടൊപ്പം അന്ന് റാങ്ക് ചെയ്യപ്പെട്ടത് മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, അതുപോലെ വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോറുമായിരുന്നു. ഇവിടെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സ്, അതിന് ചെയർമാനായിരുന്നു അദ്ദേഹം 2004 മുതൽ 2006 വരെ. അത് സംബന്ധമായി അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റ് സമർപ്പിച്ച 5 റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഡോക്ടർ സ്വാമിനാഥന്റെ നാമധേയം അദ്ദേഹം ഉദ്ധരിക്കുന്നതും എനിക്ക് ശ്രമിക്കാൻ അവസരമുണ്ടായി. ആ റിപ്പോർട്ട് കാർഷിക രംഗത്ത് മാറ്റമുണ്ടാക്കാൻ വേണ്ടി തനിക്ക് ഒരു വെളിപാടായിരുന്നു. ആ റിപ്പോർട്ട് ആ കാർഷിക രംഗത്ത് മാറ്റമുണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി എനിക്ക് വലിയ സഹായം ചെയ്തു എന്ന കാര്യം പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കാനും എനിക്ക് സന്ദർഭം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകം നമുക്കെല്ലാം തന്നെ അറിയാം, ഫ്രം ഗ്രീൻ റെവല്യൂഷൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണവും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് നിർവഹിച്ചത്. ആ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് വിശ്വോത്തര പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ സ്വാമിനാഥനെ കുറിച്ച് വികാര വികസനായിട്ട് സംസാരിച്ച കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സ്വാമിനാഥനാണ് നമ്മുടെ വയനാട്ടിൽ ഇത്തരമൊരു കേന്ദ്രത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വയനാട്ടുകാർ ഭാഗ്യവാന്മാരാണ് ഞാൻ കരുതുന്നു. കാരണം എന്റെ സ്നേഹിതൻ ശ്രീ ശ്രേയസ് കുമാർ വയനാടിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ഹ്രസ്വമെങ്കിലും പ്രൗഢമായ പ്രസംഗത്തിൽ വരച്ചു കാണിച്ചുണ്ടായി. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ നമ്മുടെ വയനാട്, മലകളുടെയും വയലുകളുടെയും നാടായ ഈ വയനാട്, ഈ വയനാടിന്റെ ജൈവ വൈവിധ്യം നിലനിർത്താൻ വേണ്ടി, വയനാടിന്റെ തനത് ആ സ്വഭാവം നിലനിർത്താൻ വേണ്ടി വലിയ സംഭാവന നടത്താൻ വേണ്ടി ഈ സ്ഥാപനത്തിൽ സാധിക്കുമെന്ന് മാത്രമല്ല, ഈ സ്ഥാപനത്തിൽ വന്ന്
കാർഷിക രംഗത്തോട് താല്പര്യമെടുക്കുന്ന, പ്രകൃതിയോടും ജൈവ സമ്പത്തിനോടും ഒക്കെ തന്നെ താല്പര്യമെടുക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും വലിയ പാഠം അവർ പഠിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്ന കാര്യത്തിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ പരിസ്ഥിതിക്കും സാമൂഹിക നീതിക്കും ഒക്കെ തന്നെ ഇണങ്ങുന്ന വിലയിരുത്തൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഈ ഫൗണ്ടേഷൻ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നത്. ആ കാര്യമൊക്കെ തന്നെ ആമുഖ പ്രസംഗത്തിൽ ഡോക്ടർ പ്രസാദ് പറയുകയുണ്ടായി. സുസ്ഥിരമായ കൃഷി, സമഗ്രമായ ഗ്രാമവികസനം, ഭക്ഷ്യസുരക്ഷ, വിജ്ഞാന വ്യാപനം, ജൈവ വൈവിധ്യം ഇവയൊക്കെ തന്നെ ഊന്നൽ കഴിഞ്ഞ 25 വർഷമായി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാകട്ടെ ഈ കേന്ദ്രം ഞാൻ പറഞ്ഞ പോലെ തന്നെ വയനാടിന്റെ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ തന്നെ ജൈവ വൈവിധ്യത്തെ കുറിച്ചൊക്കെ തന്നെ പഠിക്കാനും അവബോധമുണ്ടാക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമായി ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. ഈ സ്ഥാപനം ഉത്തരോത്തരം മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ മുഖ്യമായും ഇന്ന് ചർച്ചപ്പെടുന്നത് കുടുംബ കൃഷിയെക്കുറിച്ചാണ്, ഫാമിലി ഫാമിംഗ്, അതിനെക്കുറിച്ചാണ് ഇവിടെ മുഖ്യമായും ചർച്ച നടത്തപ്പെടുന്നത് മനസ്സിലാക്കും. 2014 ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ലോക ഭക്ഷ്യ കാർഷിക സംഘടന 2014 ഈ പറഞ്ഞതുപോലെ കുടുംബ കൃഷി വർഷമായിട്ടാണ് ആചരിക്കുന്നത്. അതിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കുടുംബ കൃഷിയുടെ പ്രാധാന്യം എന്താണ്, ആ കുടുംബ കൃഷി എന്താണ് എന്നൊക്കെ തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കാനും അവർക്ക് അവബോധമുണ്ടാക്കാനും വേണ്ടി കൂടിയാണ് ഇത്തരമൊരു സെമിനാറും ഇതിന്റെ ഉദ്ഘാടന പരിപാടിയും ഒക്കെ തന്നെ ഇവിടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, ആരോഗ്യം, പാർപ്പിടം, ജീവനോപാധി ഇതൊക്കെ തന്നെ ഉറപ്പുവരുത്തുന്ന കുടുംബ കൃഷിയോട് സാധിക്കുമെന്നാണ് കഴിഞ്ഞ കാല അനുഭവം വെച്ചുകൊണ്ട് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ഈ കുടുംബ കൃഷി സംബന്ധമായിട്ടുള്ള ഗഹനമായ ചർച്ചകൾ, അത് സംബന്ധമായിട്ടുള്ള സംവാദങ്ങളൊക്കെ തന്നെ നടത്താൻ വേണ്ടി സ്വാമിനാഥൻ ഫൗണ്ടേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇവിടെ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ തന്നിരിക്കുന്ന ചില രേഖകൾ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യൻ സ്ഥിരമായി താമസിച്ചുകൊണ്ട് കൃഷി നടത്തിയിട്ട് 10,000 വർഷത്തോളമെങ്കിലുമായി എന്നാണ് പറയുന്നത്. ആ 10,000 വർഷത്തിനിടയിൽ 50,000-ഓളം ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങൾ നാം കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുമെന്ന് തീർച്ചയായിട്ടും ശാസ്ത്രകാരന്മാരായിട്ടുള്ള ആളുകൾ, കാർഷിക ശാസ്ത്രത്തോട് താല്പര്യമുള്ള ആളുകൾ വിളിച്ചു പോവുകയാണ്. പക്ഷെ ഇന്ന് ഗോതമ്പും, നെല്ലും, ചോളവും, ഉരുളക്കിഴങ്ങുമായി അത് ചുരുങ്ങിയിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട ഈ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള നമ്മുടെ സസ്യങ്ങളൊക്കെ തന്നെ ഒന്നുകിൽ നാമാവശേഷമായി, അതല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നാം വേണ്ടത്ര കൊടുക്കാതെ അതൊക്കെ തന്നെ വിസ്മൃതിയിലേക്ക് അതൊഴുകിപ്പോകുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കുടുംബ കൃഷിയുടെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കാനും ജൈവ വൈവിധ്യം അത് നാമാവശേഷമാകാതിരിക്കാൻ എങ്ങനെ നടപടിയെടുത്ത് നാം മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ചൊക്കെ തന്നെയുള്ള ചർച്ചകൾ നടത്താനുള്ള തീരുമാനം ഇവിടെ പറയുകയുണ്ടായി. ഇപ്പോൾ ഡോക്ടർ അനിൽ പറയുകയുണ്ടായി നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച്. സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് നമ്മുടെ പശ്ചിമഘട്ടം. കുടുംബ കൃഷിക്ക് ഏറെ പ്രാധാന്യമുള്ള മലനിരകളാണ് നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകൾ. നീലഗിരി ബയോസ്ഫിയറിനെ കുറിച്ച് ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാമെന്നതുകൊണ്ട് ഞാൻ വിശദമായി ഒന്നും തന്നെ പറയുന്നില്ല. ജൈവ മേഖല തീർച്ചയായിട്ടും ആ നീലഗിരി ബയോസ്ഫിയർ നമ്മുടെ ഈ ജൈവ കുടുംബ കൃഷിക്കൊക്കെ തന്നെ ഏറ്റവും അധികം പ്രശസ്തമായ ഒരു പ്രദേശമാണ് എന്ന കാര്യം നമുക്കറിയാം. ഇവിടെ വയനാട്ടെ സംബന്ധിച്ചിടത്തോളം കാപ്പിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികളിൽ നിന്ന്. ആ കാപ്പിയെ അടിസ്ഥാനമാക്കി വയനാട് ജില്ല കുറേ കാലമായി കൃഷി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 30 ഇനത്തോളം നെല്ലിനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന കാര്യം ഡോക്ടർ അനിലും ഡോക്ടർ പ്രസാദും ഒക്കെ തന്നെ അവരുടെ ആമുഖ ഭാഷണങ്ങളിൽ പറഞ്ഞ കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള വിളകളാണ്. 30ഓളം ഇനങ്ങൾ നെല്ല് ഇവിടെ വിളയുന്നു എന്ന് പറയുമ്പോൾ ആ നെല്ലിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ആ നെല്ലിന്റെ വംശം അല്ലെങ്കിൽ വർഗം നിലനിർത്താനും വേണ്ടിയിട്ടുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കുരുമുളകിനെ കുറിച്ച് പറയുമ്പോൾ ലോകപ്രശസ്തമായിട്ടുള്ള സ്പീഷീസ്, ഏറ്റവും മികച്ച കുരുമുളകിന്റെ സ്പീഷീസ് നമ്മുടെ ഈ വയനാട്ടിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറിച്യരും കുരുമരും വയനാടൻ ചെട്ടിമാരും ഒക്കെ തന്നെ നമ്മുടെ ജൈവ വൈവിധ്യം നിലനിർത്താൻ വേണ്ടി അവരുടെ പരമ്പരാഗതമായ നാട്ടറിവുകൾ വെച്ചുകൊണ്ട് അവർ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം ശ്ലാഘനീയമാണ്. അതിനെ മാനിച്ചുകൊണ്ടാണ്
2010 അവർക്ക് അന്തർദേശീയ പുരസ്കാരവും 10 ലക്ഷം